ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹോണ്ട സിറ്റിക്ക് ഒരു കീ സെറ്റ് ലോക്കായിട്ട് താക്കോല് പോലും കയറാത്തൊരവസ്ഥയിൽ ടോ ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ റോട്ടി ഇട്ട് അയക്കണത്. സ്റ്റിയറിംഗ് ലോക്കായി, അതുകൊണ്ട് തിരിയാനുമില്ല, അതുപോലെ തന്നെ വണ്ടി ഇടാനും സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ റോട്ടി ഇട്ട് അയക്കണം. അപ്പം ഇതിലെ ടാസ്ക് എന്ന് വെച്ചാൽ നോർമൽ എല്ലാ വണ്ടിക്കും അയക്കും കണക്കിന് അയക്കണത്. ഇതാ ഇവിടുത്തെ ലോക്കില്ലേ, അതാ വെച്ചാൽ വേറെ ആരും അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ അല്ലെങ്കിൽ പോലത്തെ സാധനം, അല്ലെങ്കിൽ അല്ല അതിൻ്റെ പഞ്ച് ചെയ്ത് ഇളക്കണ രീതിയിൽ തരും. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ അടിച്ചിളക്കിയിട്ടുണ്ടെന്ന്. ശരിക്കും ഇത് 2 തട്ടുണ്ടാകുമ്പം അഴിഞ്ഞു വരേണ്ടതാണ്. ഇത് എന്തുകൊണ്ട് അഴിയാത്തതെന്ന് വെച്ചാൽ നമ്മൾ ലൂസ് ആക്കി അടിച്ചിട്ട് അഴിയാത്തതാണ്. ശരിക്കും ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ലൂസാകും വെച്ചാൽ വലം പിരിയാണ് കേട്ടോ. അപ്പോൾ ആർക്കത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കുറേ ലൂസാക്കി ഇങ്ങനെ അടിച്ച് ഇത്രയും മട്ടമാക്കിയതിന് ശേഷമാണ് ഒരാളിനെ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് പറഞ്ഞാൽ അത് ടൈറ്റ് ചെയ്യുമ്പോൾ ലൂസാണ് വെച്ചാൽ. ബാക്കിയുള്ള ഒരു വണ്ടിക്കും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ. പിന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് കോമൺ ആണ് വെച്ചാൽ, പെട്ടെന്ന് പറഞ്ഞതൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ചെയ്ത് വന്നപ്പം ഇതായിരുന്നു സംഭവം. വലത്തോട്ട് 2 തട്ടിട്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വന്നു. അപ്പോൾ വലത്തോട്ട് ലൂസും ഇടത്തോട്ട് ടൈറ്റുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ കാണിച്ചുതരാം. അങ്ങനെ നമ്മൾ നല്ലപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒരേ കണക്കിന് 2 സൈഡും ലോക്കാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫിറ്റിങ്സ് നോക്കാം. ഇതാണ് ഇഗ്നിഷൻ്റെ സ്വിച്ച്. ഇത് ഇളക്കണം എങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിങ്ങോട്ട് വലിച്ചതിന് ശേഷം ഇത് മുകളിലോട്ട് വലിക്കും കേട്ടോ. അതെങ്ങനെയാണ് വലിക്കണം, ഇങ്ങനെ വലിക്കാൻ പോകണം, ഊരിയെടുക്കണം. ഉണ്ടല്ലേ, ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം ഊരുന്നു. അതുപോലെ കൊടുക്കുന്നു, ലോക്ക് ചെയ്യുന്നു. ബാക്കി വയറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ടയറ് ഈ കീ കറങ്ങാതെ വന്നുകൊണ്ട് ടോ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ ഇട്ട് അയച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ സെറ്റ് ചെയ്യണുണ്ട്. ഇനി നമുക്ക് ലെവലാക്കി സെറ്റ് ചെയ്യാം, എന്നാലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ കോമൺ സ്വിച്ചിൻ്റെ 3 സ്ക്രൂ വരും, 3 സ്ക്രൂ ഇട്ട് മുറുക്കാം. ആഴ്ച അങ്ങനെ നമ്മളെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കേട്ടോ. ഇനി കീ ഓണാക്കുന്നു, സ്റ്റിയറിംഗ് വീൽ ഫിറ്റ് ചെയ്യുന്നു, ABSൻ്റെ കൺട്രോളിംഗ് യൂണിറ്റ് നമുക്ക് നോക്കാം. ഇതിൽ ഒരു കണക്ഷനേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്നാണ് അങ്ങോട്ട് ലൂപ്പായി പോണത്. ഈ കണക്ഷൻ അകത്തോട്ട് എടുക്കണം. പിന്നെ ഒരു എർത്ത് വരും കേട്ടോ. മെയിനായിട്ട് എർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഇതാണ് എർത്ത്. അത് ഈ ബോഡിയായിട്ട് വെച്ച് മുറുക്കണം. ഗൈസ്, ഇത് ഫ്ലവറാണ് കേട്ടോ. അല്ലെങ്കിൽ അല്ല, അല്ലെങ്കിൽ ഇട്ടാൽ സിൽപ്പാവും. ഫ്ലവറാണ്. ഫ്ലവറിൻ്റെ സൈസ് പറഞ്ഞുതരാം. 55 തോന്നുന്നു. T55 കേട്ടോ. T55 ഇതിൻ്റെ സെൻറ്റർ ബോൾട്ട്. അല്ല ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇട്ടളയില്ല, അന്യായ ടൈറ്റുമാണ്. അത് ഗമ്മും കൂടെ വെച്ചിരിക്കണോണ്ട് സിൽപ്പായ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്ലവർ തന്നെ ഇടണം. കാണാൻ അല്ലെങ്കിൽ പോലെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അല്ല ഫ്ലവറാണ്. പിന്നെ നമ്മൾ സെൻറ്റർ ആക്കാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നേരത്തെ എങ്ങനെയാണ് ഇരുന്നത് നമ്മൾ മാർക്ക് ചെയ്ത അളവും കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതുപോലെ ഇട്ട് സെറ്റ് ചെയ്യാണ്. സെറ്റ് ചെയ്ത് ലെവൽ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ലെവലാവുകയും ചെയ്യും. സ്റ്റിയറിംഗ് ലെവലാവും, വീലും ലെവലാവും. പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അലൈൻമെൻറ്റിൽ കൂടെ മാറ്റാനേ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും അയക്കുമ്പോൾ സ്ട്രൈറ്റ് ആക്കി തന്നെ അയക്കണം. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അയക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ അയക്കാത്തത്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഓണം കാര്യങ്ങളും കേൾക്കണമെന്ന് ഓണം, അല്ലെങ്കിൽ എയർ ബാഗിൻ്റെ വാണിങ് കത്തും. അതുപോലെ തന്നെ ഫുൾ ലെഫ്റ്റും അതുപോലെ റൈറ്റും ഫുൾ റൊട്ടേഷൻ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അങ്ങനെ വല്ല എയർ ബാഗിൻ്റെ കത്തയാണെങ്കിൽ അതിൻ്റെ സ്പൈഡർ വീൽ പൊട്ടിയെന്ന് നമ്മൾ വിചാരിച്ചോണം. അപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കീ ലോക്കായിട്ട് വന്നതാണ്. കീ സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് അതിനെ നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. പുതിയ തന്നെ അത്യാവശ്യം 35,000 മുകളിൽ വില ഉണ്ട്. ഇത് ഹോണ്ട സിറ്റി ടൈപ്പ് 6 ആണ്. അപ്പം
ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഹോണ്ടയ്ക്കും അതുപോലെ തന്നെ i20 ഹുണ്ടായുടെ വണ്ടിക്കൊക്കെ വരാറുണ്ട്. അപ്പം ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് വലിയ ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തൊരു വണ്ടിയാണ്. അപ്പം ബൈ ബൈ, സി യു, അടുത്ത വീഡിയോയിൽ കാണാം.